ഹിന്ദുധർമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ മുനിമാരിൽ ഒരാളായ നാരദമുനിയെ പലപ്പോഴും ടെലിവിഷൻ പരിപാടികളിലും മറ്റും ഒരു തമാശക്കാരനായോ അല്ലെങ്കിൽ പരദൂഷണക്കാരനായോ ആണ് ചിത്രീകരിക്കാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ ദേവന്മാർ പോലും ബഹുമാനിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിരുന്ന അത്രയും അഗാധമായ ജ്ഞാനത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. പല സിനിമകളിലും നാടകങ്ങളിലും നാരദമുനിയെ വെറും വിനോദത്തിനുള്ള ഒരു കഥാപാത്രമായി മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വില്ലൻ വേഷങ്ങൾ ചെയ്യുന്ന നടന്മാർക്കാണ് പലപ്പോഴും ഈ വേഷം നൽകാറുള്ളത്. ബോളിവുഡ് നടൻ ജീവൻ ആണ് ഇതിൽ ഏറ്റവും പ്രശസ്തൻ. ഏകദേശം 49 സിനിമകളിൽ അദ്ദേഹം നാരദനായി വേഷമിട്ടു. അദ്ദേഹം ഈ കഥാപാത്രത്തെ ജനപ്രിയമാക്കിയെങ്കിലും കുസൃതിയോടെ നാരായണ നാരായണ എന്ന് ആവർത്തിച്ചു പറയുന്ന ഒരു വിനോദ രൂപം നാരദന് നൽകാൻ ഇത് കാരണമായി. എന്നാൽ പുരാണങ്ങളിൽ നാരദനെ മഹാജ്ഞാനി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ അറിവ് ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ഒന്നായിരുന്നില്ല. വേദങ്ങളിലും ഉപനിഷത്തുകളിലും അദ്ദേഹത്തിന് അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നു. മഹാഭാരതത്തിലെ സഭാപർവത്തിൽ വേദങ്ങൾ, ചരിത്രം, പുരാണങ്ങൾ, തർക്കശാസ്ത്രം, വ്യാകരണം, ജ്യോതിഷം, ധർമ്മശാസ്ത്രം എന്നിവയിൽ പ്രാവീണ്യമുള്ള മുനിയായാണ് അദ്ദേഹത്തെ വിവരിക്കുന്നത്. മറ്റൊരു പ്രധാന സവിശേഷത അദ്ദേഹത്തിന്റെ ത്രികാലദർശിത്വമാണ്. ഭൂതവും വർത്തമാനവും ഭാവിയും മനസ്സിലാക്കാനുള്ള കഴിവ്. കാലത്തിനതീതനായി സഞ്ചരിക്കാൻ കഴിയുന്നവനാണ് ദേവർഷി. സമയത്തിന്റെ പരിമിതികൾക്കപ്പുറം സംഭവങ്ങൾ ദർശിക്കാൻ കഴിഞ്ഞിരുന്നതിനാലാണ് നാരദൻ ആ പദവി ലഭിച്ചത്. അതുകൊണ്ടാണ് ദേവന്മാരും അസുരന്മാരും മനുഷ്യരും ഒരുപോലെ അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നത്. കൂടാതെ ഇന്ന് നമ്മൾ ആശയവിനിമയം അഥവാ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്ന കാര്യത്തെ അതിന്റെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നാരദൻ പ്രയോഗിച്ചിരുന്നു. ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്തെത്തുകയും സന്ദേശങ്ങൾ കൈമാറുകയും സങ്കീർണമായ സാഹചര്യങ്ങളിൽ വഴിത്തിരിവുണ്ടാക്കുകയും ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ശൈലി. ഇതിനാൽ അദ്ദേഹത്തെ ആദ്യ പത്രപ്രവർത്തകൻ, ഫസ്റ്റ് ജേർണലിസ്റ്റ് എന്നും വിളിക്കുന്നു. ലോക നന്മയ്ക്കായി 3 ലോകങ്ങളിലും അദ്ദേഹം വിവരങ്ങൾ കൈമാറിപ്പോന്നു. എന്നിരുന്നാലും സിനിമകൾ പലപ്പോഴും നാരദന്റെ ഈ ഗൗരവമേറിയതും അറിവുള്ളതുമായ വശത്തെ അവഗണിക്കുകയും അദ്ദേഹത്തെ ഒരു കോമാളി രൂപത്തിലേക്ക് ചുരുക്കുകയും ചെയ്യുന്നു. ഒരു സംസ്കാരത്തിലെ മഹത് വ്യക്തിത്വങ്ങളെ തമാശയ്ക്കുള്ള പാത്രങ്ങളാക്കി മാറ്റുന്നത് ആ സമൂഹത്തിന്റെ ആത്മാഭിമാനത്തെ പതുക്കെ ദുർബലപ്പെടുത്തും. തലമുറകളിലൂടെ കടന്നു പോകുമ്പോൾ ആളുകൾ നാരദനെ ഒരു ജ്ഞാനിയായ മുനിയായല്ല, മറിച്ച് ഒരു കോമഡി കഥാപാത്രമായാണ് കാണാൻ തുടങ്ങിയത്. ഇതൊരു പ്രധാന ചോദ്യം ഉയർത്തുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? വിനോദത്തിന്റെ പേരിൽ പല സർഗപ്രതിഭകളും തങ്ങളുടെ പാരമ്പര്യത്തിന്റെ ആഴം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. പുരാണങ്ങൾ പഠിക്കുന്നതിന് പകരം ഉപരിപ്ലവമായ ഭാവനയെ അടിസ്ഥാനമാക്കിയാണ് അവർ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചത്. ഇത്തരത്തിലുള്ള തമാശകൾ എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും അതിന്റെ പ്രത്യാഘാതം ദോഷകരമാണ്. വേദപാരംഗതനും സംഗീതത്തിന്റെ ആചാര്യനും ലോക നന്മയുടെ സന്ദേശവാഹകനുമായ നാരദമുനിയെ ഒരു തമാശ രൂപമായി കാണുന്നത് കേവലം അറിവില്ലായ്മ മാത്രമല്ല, സ്വന്തം സംസ്കാരത്തോടുള്ള അശ്രദ്ധ കൂടിയാണ്.